ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിൻ്റെ 739 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം 11-ാമത്തെ തിരുവചനമാണ്. മകനെ, യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്. ദേഷ്യം വന്നു കഴിഞ്ഞാൽ വാതിൽ വലിച്ചടയ്ക്കുന്ന സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയുണ്ട്. ഒരു ദിവസം ദേഷ്യം മൂത്ത് വാതിൽ വലിച്ചടച്ചപ്പോൾ അവളുടെ അപ്പൻ ഒരു സ്ക്രൂ ഡ്രൈവറും ചുറ്റികയും എടുത്ത് അവളുടെ മുറിയിലേക്ക് വന്നു. എന്നിട്ട് ശാന്തമായി അവളോട് പറഞ്ഞു, മോളെ, നിന്റെ കോപം നിയന്ത്രിക്കുവാൻ നീ പഠിക്കണം. എന്നിട്ട് ആ കതകിൻ്റെ വിജാഗിരികളൊക്കെയും ഊരി മാറ്റിയെടുത്തു. എന്നിട്ട് വാതിൽ അവിടെ നിന്ന് മാറ്റിവെച്ചു. അവൾക്ക് ആത്മനിയന്ത്രണം ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് ആ അപ്പൻ അങ്ങനെ ചെയ്തത്. സദൃശ്യവാക്യങ്ങളിൽ പറയുന്നത് ദൈവത്തിൻ്റെ ശിക്ഷയെ സ്വീകരിക്കുവാനാണ്. ശിക്ഷ എന്നതിനെ തിരുത്തൽ എന്ന് വേണമെങ്കിൽ മാറ്റി വായിക്കാവുന്നതാണ്. നല്ലവനും സ്നേഹനിധിയുമായ പിതാവെന്ന നിലയിൽ സ്വയനാശത്തിന് ഹേതുവാകുന്ന സ്വഭാവം തിരുത്തുവാൻ ദൈവം തൻ്റെ ആത്മാവിലൂടെയും തിരുവെഴുത്തുകളിലൂടെയും നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ചിലപ്പോൾ ഈ ശിക്ഷണത്തെ നമ്മൾ ഭയപ്പെടുന്നു. ദൈവത്തിൻ്റെ ശിക്ഷണത്തെ ഭയപ്പെടുന്നതിന് പകരം അത് സ്വീകരിക്കുവാനായിട്ട് നമുക്ക് പഠിക്കാം. തിരുത്തലിൻ്റെ ദൈവശബ്ദം നമ്മുടെ മനസ്സിൽ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ തിരുവെഴുത്ത് വായിക്കുമ്പോൾ തെറ്റിനെക്കുറിച്ചുള്ളൊരു ബോധ്യം നമുക്ക് അനുഭവപ്പെടുമ്പോഴോ അത് എൻ്റെ നന്മയ്ക്കായി എൻ്റെ ദൈവം എനിക്ക് തന്നതാണെന്നുള്ളതായ ബോധ്യത്തോടെ അതിനോട് അനുകൂലമായി പ്രതികരിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപ തമ്പുരാൻ നമുക്ക് നൽകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.